നമസ്കാരം. ഷീബ ടീച്ചറിന്റെ മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ICSE ഉപപാഠ പുസ്തകമായ സാകേതം എന്ന നാടകത്തിലെ ചില ചോദ്യോത്തരങ്ങൾ പരിചയപ്പെടുകയാണ്. അതിലെ അംഗം 1 ആദ്യത്തെ ഭാഗത്ത് വരുന്ന സൂത്രധാരന്റെ സംഭാഷണത്തിൽ നാടകത്തെക്കുറിച്ച് ചില വാക്കുകൾ CN ശ്രീകണ്ഠൻ നായരുടെ നാടകത്രയങ്ങളിൽ 3 നാടകങ്ങളിൽ ഒന്നാണ് സാകേതം, മറ്റു 2 കാഞ്ചനസീതയും ലങ്കാലക്ഷ്മിയുമാണ്. ഒരു ശാപകഥയാണല്ലോ രാമായണത്തിന്റെ വഴിത്തിരിവായി മാറുന്നത്. അപ്പൊ സ്വന്തം ഇച്ഛാശക്തിക്ക് അനുസരിച്ച് പ്രവർത്തിച്ച സാകേതത്തിന്റെ അധിപനായ ദശരഥന് ലഭിച്ച ഒരു ശാപത്തിന്റെ ഫലമായിട്ട് അദ്ദേഹത്തിന്റെ ജീവിതത്തിലുണ്ടാകുന്ന വഴിത്തിരിവുകൾ ഈ ഇതിനകത്ത് പറയുന്നുണ്ട്. അപ്പൊ നമ്മൾ പഠിക്കുന്ന ഈ ഭാഗത്താണ് രാമനെ രാജ്യം ഭരിക്കാനായി യുവരാജാവായി ദശരഥൻ തിരഞ്ഞെടുക്കുന്നതും പക്ഷേ കൈകേയി ആ അഭിഷേകം മുടക്കുന്നതും ആണ് നമ്മൾ ഈ ഭാഗത്ത് പഠിക്കുന്നത്. അപ്പൊ ഇതിലെ കഥാപാത്രങ്ങൾ ദശരഥൻ, കൈകേയി, രാമൻ, ലക്ഷ്മണൻ തുടങ്ങിയ കഥാപാത്രങ്ങൾ ഇതിനകത്ത് പ്രധാനമായി വരുന്നുണ്ട്. അതുപോലെ കൗസല്യ എന്ന കഥാപാത്രവും ഇതിനകത്ത് കടന്നു വരുന്നുണ്ട്. മനുഷ്യൻ ഇച്ഛിക്കുന്നില്ലെങ്കിലും അജ്ഞാതമായ ഒരു ശക്തിയുടെ നിയോഗത്താൽ അവൻ എന്തൊക്കെയോ പാപകർമ്മങ്ങൾ ചെയ്യുന്നു. ആ പാപത്തിൽ നിന്ന് ഒരിക്കലും നമുക്ക് മോചനവും ഇല്ല എന്നുള്ള ഒരു തുടക്കമാണ് നമുക്ക് ഇതിനകത്ത് ലഭിക്കുന്നത്. നിരവധി സ്റ്റേജുകളിൽ അവതരിപ്പിക്കപ്പെട്ട ഒരു നാടകവും കൂടെയാണ് CN ശ്രീകണ്ഠൻ നായരുടെ സാകേതവും ലങ്കാലക്ഷ്മിയും കാഞ്ചനസീതയും. 3 നാടകങ്ങൾ വളരെ പ്രസിദ്ധമാണ്. ഇനി നമുക്ക് ഇതിന്റെ അംഗം 1 പോകാം. അംഗം 1 സൂത്രധാരൻ പറയുന്ന വാക്കുകളിൽ തന്നെ അവിടെ ഒരു ചോദ്യം വരുന്നുണ്ട്. സൂത്രധാരനാണ് സംസ്കൃത നാടകങ്ങളിലെ ഒരു പ്രധാന വ്യക്തി. പലപ്പോഴും കഥാപാത്രമായി മാറുകയും ചെയ്യും. അതോടൊപ്പം കഥയുടെ ബാക്കി ഭാഗം പൂരിപ്പിക്കുക, കഥയുടെ ആരംഭം കുറിക്കുക, സന്ദർഭങ്ങൾ വ്യക്തമാക്കുക എന്നീ കാര്യങ്ങളും കൂടെ സൂത്രധാരൻ ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഇവിടെ സൂത്രധാരന്റെ വാക്കുകളിലൂടെ അയോധ്യ എങ്ങനെയാണ് നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കപ്പെടുന്നത് എന്നാണ് ആദ്യത്തെ ചോദ്യം. അതിന്റെ ഉത്തരമായിട്ട് വരുന്നത് ആദ്യത്തെ ഭാഗത്തെ സൂത്രധാരന്റെ സംഭാഷണം തന്നെയാണ്. സരയുവിന്റെ തീരത്താണ് ഈ സാമ്രാജ്യം പുലർന്നത്. ആ സാമ്രാജ്യത്തിന്റെ രാജസ്ഥാനത്താണ് നാം നിൽക്കുന്നത് എന്ന് പറയുന്നു. പിന്നെ എങ്ങനെയാണ് അയോധ്യയുടെ രൂപം എന്ന് വർണ്ണിക്കുന്നു. ഉയർന്ന മണിസൗധങ്ങൾ, വലിയ കെട്ടിടങ്ങൾ, ചിത്രവിമാന ഗൃഹങ്ങൾ, ചത്വരങ്ങൾ, മണിമുറ്റങ്ങൾ, കൊട്ടാരങ്ങൾ, കൊത്തളങ്ങൾ. പിന്നെ കാണുന്നത് പല ദേശക്കാരായ വ്യാപാരികൾ തിങ്ങുന്ന അങ്ങാടികൾ, ആയുധപ്പുരകൾ, ക്രീഡാമന്ദിരങ്ങൾ, കളിത്തട്ടുകൾ, നെടുങ്കൻ കാലിത്തൊഴുത്തുകൾ, പൂന്തോട്ടങ്ങൾ, മാന്തോപ്പുകൾ, നീണ്ട നെല്ലരിപ്പാടങ്ങൾ, ആളും ആനയും കുതിരയും അങ്ങിങ്ങ് ഒട്ടകവും കഴുതയും നീങ്ങുന്ന നിരത്തുകൾ, വെള്ളം തൂവി പൂവിരിച്ച രാജവീഥികൾ, ബ്രാഹ്മണരും ആയുധധാരികളുമായ ഭടജനങ്ങളും അണിഞ്ഞൊരുങ്ങിയ വേശ്യാങ്കനമാരും സാമന്തരാജ സംഘങ്ങളും ഉൾക്കൊള്ളുന്നതാണ് അയോധ്യയുടെ സൗന്ദര്യം. അപ്പൊ അയോധ്യ വർണ്ണനയാണ് ഇവിടെ വരുന്നത്. അപ്പൊ ഇവിടെ ഇക്ഷ്വാകുവിന്റെ വംശത്തിൽ പിറന്ന ദശരഥനാണ് ഇവിടെ ഭരിക്കുന്നത് എന്നുകൂടെ സൂത്രധാരൻ പറയുമ്പോഴാണ് ആ വർണ്ണന പൂർത്തിയാകുന്നത്. അപ്പൊ നമുക്ക് ഈ അയോധ്യയുമായിട്ട് ഇപ്പൊ വളരെ അടുത്ത് അയോധ്യയുടെ രാമക്ഷേത്ര നിർമ്മാണമൊക്കെ ആയതുകൊണ്ട് സരയൂ നദിയെ കുറിച്ചും ഒക്കെ നമ്മൾ പത്രങ്ങളിൽ വായിച്ചാണ്. അപ്പൊ സരയൂ നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് ഈ അയോധ്യ. അപ്പൊ അയോധ്യയുടെ വർണ്ണന ആദ്യ ഭാഗത്ത് പറയുന്നു. ഇനി അതിന്റെ തൊട്ടു താഴെ തന്നെ ഈ ഒരു വിദൂഷകന്റെ വാക്കുകളിൽ തന്നെ ഒരു ചോദ്യം കൂടെയുണ്ട്. ഒടുവിൽ വസിഷ്ഠ മഹർഷിയുടെ ഉപദേശപ്രകാരം പുത്രകാമ്യയ്ക്കും യാഗം നടത്തി എന്നൊരു സെന്റൻസ് ഉണ്ട്. ആര് നടത്തി, എന്തിന്, സന്ദർഭം ചോദിക്കുന്നുണ്ട്. അപ്പൊ ഇത്രയും സുന്ദരമായ അല്ലെങ്കിൽ സമൃദ്ധി നിറഞ്ഞ ഐശ്വര്യം നിറഞ്ഞ അയോധ്യ വാണരുളുന്ന ദശരഥന് കൗസല്യ, കൈകേയി, സുമിത്ര എന്ന് തുടങ്ങുന്ന പ്രധാന ഭാര്യമാരും 350ഓളം ഭാര്യമാരല്ലാതെ ഉണ്ടായിരുന്നു. ഇവർക്ക് ആർക്കും കുട്ടികളുണ്ടായില്ല. പുത്രശോകത്താൽ മരിക്കും എന്നൊരു ശാപം ദശരഥന് മുമ്പ് ഉണ്ടായിട്ടുണ്ട്. അപ്പം ആ ശാപമാണോ എന്ന് ദശരഥൻ വിഷമിച്ചു. അപ്പോൾ ഇദ്ദേഹത്തിന് വളരെ അധികം വിഷമം തോന്നി, തനിക്ക് മക്കളില്ലാത്തതിൽ. അങ്ങനെ ഇരിക്കുമ്പോൾ കുലഗുരുവായിരുന്ന വസിഷ്ഠ മഹർഷിയുടെ ഉപദേശപ്രകാരമാണ് ഈ ഒരു യാഗം നടത്തുന്നത്, പുത്രകാമ്യ എന്നുള്ള യാഗം നടത്തുന്നത്. അപ്പോൾ കൗസല്യയ്ക്ക് രാമൻ ജനിച്ചു, കൈകേയിക്ക് ഭരതനും, സുമിത്രയ്ക്ക് ലക്ഷ്മണ ശത്രുഘ്നന്മാരും ഈ യാഗത്തിന്റെ അവസാനത്തെ ഫലമായിട്ട് ജനിക്കുകയാണ്. എന്നിട്ട് അവരെന്ത് ചെയ്തു? അവര് യൗവനാരംഭത്തിൽ തന്നെ അവർ മിഥിലയുടെ രാജാവായ ജനകന്റെ മക്കളെ അവർ വിവാഹം കഴിക്കുകയും ചെയ്തു. അപ്പൊ ഈ ഒരു സെന്റൻസ് അല്ലെങ്കിൽ ഈ ഒരു പുത്രകാമി യാഗം നടത്തുന്നത് ആർക്കാണ് എന്നുള്ള ചോദ്യത്തിന്റെ ഉത്തരമാണ്. ദശരഥൻ ഏറ്റ ശാപകഥ വിവരിക്കുക എന്നൊരു ചോദ്യം വരാം. ദശരഥൻ യുവാവായിരുന്ന സമയത്ത് ഒരിക്കൽ നായാട്ട് നടത്തുമ്പോൾ ആന വെള്ളം കുടിക്കുന്ന പോലത്തെ ഒരു ശബ്ദം കേട്ട ആ സ്ഥലത്തേക്ക്, മിടുക്കനായ ഒരു യോദ്ധാവായിരുന്നു ദശരഥൻ,
അദ്ദേഹം അവിടേക്ക് ഒരു അമ്പ് ചെയ്തു. പക്ഷെ അമ്പ് ചെന്ന് കൊള്ളുന്നത് നദിയിൽ വെള്ളം എടുക്കാൻ വന്ന മുനികുമാരന്റെ ശരീരത്തിലാണ്. അവനാണെങ്കിലോ അന്ധരായ മാതാപിതാക്കളെ തൻ്റെ തോളിൽ ഉള്ള 2 കുട്ടകളിലായി ചുമന്നുകൊണ്ട് എല്ലായിടത്തും നടക്കുന്ന ഒരു പുത്രനായിരുന്നു. പക്ഷേ അവൻ മൺകുടത്തിൽ കുളത്തിൽ നിന്ന് വെള്ളമെടുക്കുന്ന നദിയിൽ നിന്ന് വെള്ളമെടുക്കുന്ന ശബ്ദമാണ് ആന വെള്ളം കുടിക്കുന്നതായിട്ട് ദശരഥൻ തെറ്റിദ്ധരിച്ചത്. പക്ഷേ അമ്പേറ്റ് വീണ് മുനികുമാരന്റെ കരച്ചിൽ കേട്ട് ദശരഥൻ അവിടേക്ക് ഓടിച്ചെല്ലുകയും അപ്പോൾ തന്റെ അന്ധരായ മാതാപിതാക്കളെ വഴിവെക്കിൽ തന്നെ ഇരുത്തിയിരിക്കുകയാണെന്ന് അറിഞ്ഞ് ഈ രാജകുമാരൻ പറയുകയും മുനികുമാരൻ പറഞ്ഞതിന് ശേഷമാണ് അദ്ദേഹം മരിക്കുന്നത്. അപ്പോൾ ദശരഥൻ എന്ത് ചെയ്തു? ആ മാതാപിതാക്കളെ അന്വേഷിച്ച് കണ്ടുപിടിച്ച് കാര്യങ്ങളെല്ലാം ധരിപ്പിച്ചു. പക്ഷെ അവർ ഈ സമയത്ത് ദശരഥൻ ചെയ്ത കാരണം അവർക്ക് ആകെ ആശ്രയം ഉണ്ടായിരുന്ന മകനായത് കൊണ്ട് ദശരഥനെ അവർ ശപിക്കുന്നു. ഞങ്ങൾ എന്നിട്ട് ആ മകന്റെ ശവശരീരം ദഹിപ്പിക്കുമ്പോൾ തന്നെ അവരും അവരുടെ ശരീരം ആത്മാഹൂതി ചെയ്യുന്നു. എന്നിട്ട് അവർ അതിനു മുമ്പ് നൽകുന്ന ശാപമാണ്, നീയും വാർദ്ധക്യമാവുമ്പോൾ പുത്രശോകത്താൽ മരിക്കും എന്നുള്ള ഒരു ശാപമാണ് നൽകുന്നത്. ഇനി അതിനകത്ത് വരുന്ന വേറൊരു ചോദ്യം, സരയുവിൽ നാഗസൗന്ദര്യം ബിംബിച്ചത് എങ്ങനെ? സരയൂ നദിയിൽ എങ്ങനെയാണ് സ്വർഗത്തിന്റെ സൗന്ദര്യം ബിംബിച്ചത്? പണ്ഡിയുവിൽ നാഗസൗന്ദര്യം ബിംബിച്ചത് എങ്ങനെ എന്ന ചോദ്യത്തിന്റെ ഉത്തരം അവിടെ ആ പാരഗ്രാഫിൽ തന്നെ വരുന്നുണ്ട്. അതായത് ദശരഥന് 4 പുത്രന്മാർ ജനിച്ചു. ആ 4 പുത്രന്മാരും അവരുടെ യൗവനാരംഭത്തിൽ അവർ മിഥിലയുടെ രാജാവായ ജനകന്റെ മക്കളായ സീതയെയും ഊർമിളയെയും ശ്രുതകീർത്തിയെയും മാണ്ഡവിയെയും ഭരിച്ചു. ആ 4 പേരെ അവര് വിവാഹം കഴിച്ചു. അങ്ങനെയാണ് സരയുവിൽ നാഗസൗന്ദര്യം, സ്വർഗീയ സൗന്ദര്യം ബിംബിച്ചത്. ഇങ്ങനെ ഒരു സൂത്രധാരന്റെ ഒരു ഇൻട്രൊഡക്ഷനോട് കൂടിയാണ് 1ാമത്തെ അംഗം ആരംഭിക്കുന്നത്. പിന്നെ അവിടെ നമ്മൾ കാണുന്നത് ഈ ഒരു രാജകൊട്ടാരം മുഴുവൻ അണിഞ്ഞൊരുങ്ങുന്നതാണ്. അതായത് ആ രാജ്യം മുഴുവൻ രാമന്റെ പിറ്റേ ദിവസം നടക്കുന്ന രാമന്റെ അഭിഷേകത്തിനായി ഒരുങ്ങുന്നതാണ് നമ്മൾ കാണുന്നത്. അപ്പൊ അതിന്റെ ഒരുക്കങ്ങളാണ് പിന്നീട് കൊടുത്തിട്ടുള്ളത്. ഇവിടെ സുമന്ത്രരും വസിഷ്ഠനും തമ്മിലുള്ള ഒരു സംഭാഷണമുണ്ട്. അതിനകത്ത് സുമന്ത്ര പറയുന്നുണ്ട്, ജനങ്ങൾ മനസ്സുകൊണ്ട് എന്നെ ആ കിരീടം രാജകുമാരന്റെ ശിരസിൽ ചാർത്തി കഴിഞ്ഞു. വസിഷ്ഠന്റെ ഒരു സംശയം അവിടെ വരുന്നുണ്ട്. രാമൻ ലോകാഭിരാമൻ തന്നെ, എല്ലാവർക്കും ഇഷ്ടമുള്ളവൻ തന്നെ. പക്ഷേ ഈ ലോകത്തിന്റെ ആരാധന എന്നും അവന് നിലനിർത്താൻ കഴിയുമോ? രാജ്യലക്ഷ്മിക്ക് എന്നും ചാമരം വീശി നിൽക്കുമോ ജനപ്രീതി? ഈ ഒരു ജനപ്രീതി എന്നും ചാമരം വീശി നിൽക്കുമോ? രാജ്യലക്ഷ്മിക്ക് എന്നും ചാമരം വീശി നിൽക്കുമോ ജനപ്രീതി? രാജ്യത്തിന്റെ ഐശ്വര്യത്തിന് എപ്പോഴും ജനപ്രീതി രാജാവിനോടൊപ്പം ഉണ്ടാകണമെന്നില്ല എന്നൊരു സംശയം. ചിലപ്പോൾ അതായിരിക്കും രാമന്റെ പരീക്ഷണം എന്നൊക്കെ ഇവിടെ വസിഷ്ഠൻ പറയുന്നു. സംഘത്തിൽ കൗസല്യ കടന്നു വന്നിട്ട് വസിഷ്ഠനോട് സപത്നി കൈകേയിക്ക് മഹാരാജാവ് രാജ്യശുൽക്കം, അതായത് പണ്ട് രാജകുമാരിമാരെ വിവാഹം കഴിക്കുന്നതിന് മുമ്പ് രാജാക്കന്മാർ അങ്ങോട്ട് നൽകുന്ന സ്ത്രീധനമാണ് രാജ്യശുൽക്കം. അങ്ങനെ നൽകിയിട്ടുള്ള ആ വാഗ്ദാനത്തെ കുറിച്ച് അവൾ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അപ്പൊ വസിഷ്ഠൻ പറയുന്നു, ഇത്രകാലം നീ അത് മറന്നില്ലേ എന്ന് ചോദിക്കുന്നു. അപ്പൊ സ്വന്തം മകൻ രാജ്യം ആളണമെന്നുള്ളതാണ് അവള് ചോദിച്ചിരുന്ന രാജ്യശുൽക്കം എന്ന് കൈകേയി കൗസല്യ വസിഷ്ഠനെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അതിനെ തുടർന്ന് ദശരഥനും വസിഷ്ഠനും തമ്മിലുള്ള സംഭാഷണങ്ങളാണ് പിന്നെ വരുന്നത്. രാമനെ കൗസല്യ അനുഗ്രഹിച്ച് പിറ്റേ ദിവസം നടക്കുന്ന കിരീടധാരണത്തിന് മുമ്പ് നീയും നിന്റെ ഭാര്യയും ദർഭപ്പുല്ല് വ്രതമനുഷ്ഠിക്കണം, ദർഭയിൽ ശയിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ദശരഥൻ അന്തപുരത്തിൽ ചെന്ന് കർമ്മങ്ങൾ ആരംഭിക്കാൻ പറഞ്ഞു. അങ്ങനെ രാമനെ കൗസല്യയും ദശരഥനെ അനുഗ്രഹിച്ച് വിടുന്നു. അതിനെ തുടർന്ന് കൗസല്യ രാജമാതാവ് എന്ന പദവിയുള്ളവൾ വിനീതമായി കൈക്കൊള്ളുമെന്ന് രാജാവിനോട് അറിയിക്കുന്നു. തന്റെ മകനെ രാജാവായി തിരഞ്ഞെടുത്തതിൽ കൗസല്യയ്ക്കുള്ള സന്തോഷം കൗസല്യ അറിയിക്കുന്നു. ആര്യപുത്ര, അങ്ങയുടെ ദാസി ചരിതാർത്ഥയായി അങ്ങയിലും അങ്ങയുടെ പുത്രനിലും അവൾ അയോധ്യയെ പോലെ അഭിമാനം കൊള്ളുന്നു എന്ന് പറയുന്നു. ധീരനായ മകനെ പ്രസവിച്ച അമ്മയാണ്. ഇന്ന് പോയി ദാനധർമ്മങ്ങൾ അനുഷ്ഠിക്കാൻ പറഞ്ഞ് ദാനവസ്തുക്കൾ ആൾക്കാർക്ക് കൊടുക്കാൻ പറഞ്ഞാണ് പറഞ്ഞു വിടുന്നത്. അപ്പൊ ദശരഥൻ അവിടെ നിന്ന് കൗസല്യ വിട കൊള്ളുമ്പോൾ ദശരഥൻ വസിഷ്ഠനോട് പറയുകയാണ്, ഞാൻ പ്രായമായി, ജീവിതത്തിന്റെ സായസന്ധിയോടെടുത്തു, തളർന്ന എൻ്റെ ശരീരം ഇച്ഛാശക്തിക്ക് അനുസരിച്ച് നിൽക്കുന്നില്ല എന്ന് പറയുന്നു. മാത്രമല്ല ഓരോ നിമിഷവും എൻ്റെ ശരീരം ഉന്മേഷം വീണ്ടെടുക്കാൻ, അതായത് വീണ്ടും കാട്ടിലേക്ക് പോകാനും നായാട്ടിന് പോകാനൊക്കെ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയുകയാണ്. അപ്പൊ വസിഷ്ഠൻ പറയുന്നു, യൗവനത്തിന്റെ അനുഭൂതികൾ വീണ്ടും നമുക്ക് പ്രായമാകുമ്പോൾ ദർശിക്കാൻ കഴിയും എന്നാണ് വസിഷ്ഠൻ പറയുന്നത്. ആപത്തിൽ നമ്മുടെ നായാട്ടിന്റെ അല്ലെങ്കിൽ മൃഗയാ വിനോദമൊക്കെ ആപത്തിൽ കലാശിക്കാറുണ്ടെന്ന് പറയുമ്പോൾ ദശരഥൻ പറയുന്നു, അങ്ങ് സൂചിപ്പിച്ചത് ആ മഹർഷിയുടെ മുനിയുടെ ശാപമല്ലേ, അതായത് ആ കുമാരനെ ഞാൻ കൊല്ലാൻ അമ്പയിച്ചതല്ല,
അവന്റെ കാലം അടുത്തിരുന്നു. അപ്പൊ വൃദ്ധതാപസൻ പുത്രനുമായിട്ടുള്ള പിരിഞ്ഞ ദുഃഖം, പുത്രൻ മരിച്ച ദുഃഖം കൊണ്ട് എന്നെ ശപിച്ചു എന്ന് മാത്രം. പക്ഷെ ഞാനിപ്പോൾ അതൊന്നും ഓർക്കുന്നില്ല എന്ന് പറയുന്നു. എന്നിട്ട് അദ്ദേഹം ദാനത്തിനായി പശുക്കളെയും മറ്റും ദാനശാലയിൽ സംഭരിക്കാനായി ആവശ്യപ്പെടുകയാണ്. അപ്പൊ അയോധ്യയിൽ മുഴുവൻ പുഷ്പോത്സവമാണെന്നൊക്കെയുള്ള കാര്യം സുമന്ത്രർ വന്ന് പറയുന്നു. അങ്ങനെയാണ് ഈ ഒന്നാമത്തെ ഭാഗം അവസാനിക്കുന്നത്. ഇനി നമുക്ക് രണ്ടാം അംഗത്തിൽ കൈകേയിയും മന്ധരയും ഒക്കെയാണ് അതിലെ ആദ്യ ഭാഗങ്ങളിൽ വരുന്നത്. മന്ധര കേകയത്തിൽ നിന്ന് രാജകൊട്ടാരത്തിലേക്ക് വിവാഹം കഴിഞ്ഞു വന്നപ്പോൾ കൂടെ കൊണ്ടുവന്ന ദാസിയാണ്. അവൾ കൈകേയിയെ ചെറുപ്പത്തിലെ നോക്കി വളർത്തിയ ഒരു വളർത്തമ്മയും കൂടെയാണ്. അപ്പോൾ വളരെ പ്രായം ചെന്ന മന്ധരയാണ്. ഒരു മുതുകിൽ കൂനൊക്കെയുള്ള വ്യക്തിയായിട്ടാണ് അവളെ അവതരിപ്പിച്ചിരിക്കുന്നത് രാമായണത്തിൽ. അപ്പോൾ ആ സ്ത്രീയുടെ സംഭാഷണത്തിലാണ് അംഗം 2 ആരംഭിക്കുന്നത്. സുന്ദരിയും സർവാഭരണ വിഭൂഷിതയുമാണ് കൈകേയി. അപ്പോൾ അവളെ ഭാഗ്യം കെട്ട കൈകേയത്തിന്റെ പുത്രി എന്നൊക്കെ പറഞ്ഞ് അവളുടെ മനസ്സിനെ വളരെ ചഞ്ചലപ്പെടുത്തുകയാണ് മന്ധര അവിടെ ചെയ്യുന്നത്. അപ്പൊ മന്ധരയുടെ മനസ്സിലെ ചിന്ത എങ്ങനെയെങ്കിലും ഈ ഒരു അഭിഷേകം മുടക്കുക, കൈകേയിയുടെ മകനായ ഭരതന് രാജ്യം വാങ്ങിച്ചു കൊടുക്കുക എന്നുള്ളൊരു ചിന്തയും കൂടെ മന്ധരയ്ക്കുണ്ട്. അതിനുവേണ്ടി ഒരുപാട് കാര്യങ്ങൾ അവൾ പറഞ്ഞു കൊടുക്കുന്നു. അശ്വപതി മന്നൻ നിന്റെ അമ്മയെ, അതായത് നിന്റെ അമ്മയെ ഭർത്താവ് ഇതുപോലെ രാജ്യത്തിൽ വളരെ സ്ഥാനങ്ങളൊന്നും കൊടുക്കാതെ തള്ളിക്കളഞ്ഞപ്പോൾ നിന്നെ ഞാൻ പോറ്റി വളർത്തിയ ആളാണ്. നിനക്കും അതാണല്ലോ സംഭവിക്കാൻ പോകുന്നത്. നാളെ മുതൽ നിന്റെ മകൻ ഭരതൻ നിന്റെ മറ്റൊരു സപത്നിയായ കൗസല്യയുടെ മകന്റെ പരിചാരകനായിട്ട് മാറും എന്ന് പറയുന്നു. ഇത് കേട്ട് ശാപവാക്കുകളാണോ നിങ്ങൾ പറയുന്നത്, നിങ്ങളുടെ കൂനിൽ നിറയെ ദുഷ്ടതയാണോ എന്നൊക്കെ കൈകേയി പറയുന്നുണ്ട്. രാമനും എൻ്റെ ഉണ്ണി തന്നെയാണ്, എൻ്റെ മുലപ്പാലും കുടിച്ചാണ് രാമൻ വളർന്നത്, എനിക്കും അയോധ്യയ്ക്കും ഒക്കെ അവൻ പ്രിയപുത്രനാണെന്ന് പറയുമ്പോൾ മന്ധര പറയുന്നു, മകളെ നിനക്ക് വികാരം അല്ല വേണ്ടത്, വിവേകമാണ് വേണ്ടത്. അപ്പൊ നീ ഒരു സുന്ദരിയാണ്, നിന്റെ കാലുകളിൽ ആരും എന്തും വെച്ച് പ്രണമിക്കും. അതുകൊണ്ട് നിന്റെ പ്രാണാധിനാഥനോട് നീ കാര്യം, അദ്ദേഹം നിന്നോട് ഇതിനു മുമ്പ് ഇത് വല്ലതും പറഞ്ഞോ എന്ന് ചോദിക്കുന്നു. മന്ധര രാജ്യശുൽക്കത്തെ പറ്റി ഓർമ്മിപ്പിക്കുന്ന ഭാഗമുണ്ട്. അയോധ്യയുടെ കിരീടം നിനക്കുള്ളതാണ്. അപ്പൊ ആ ഭാഗം വളരെ ശ്രദ്ധേയമാണ്. രാജ്യശുൽക്കത്തെ പറ്റി കൈകേയിയെ ഓർമ്മിപ്പിക്കുന്ന മന്ധര, അല്ലെങ്കിൽ ആരാണ് ഓർമ്മിപ്പിച്ചെന്നൊരു ചോദ്യം വരാം. അയോധ്യയുടെ കിരീടം ആർക്കുള്ളതാണ്? നിനക്കുള്ളതാണ്. ദശരഥൻ രാജ്യം നൽകിയാണ് നിന്നെ വിവാഹം കഴിച്ചത്. ആ രാജ്യം നിനക്ക് നിന്റെ പുത്രന് കിട്ടിയോ? അത് അശ്വപതി മഹാരാജാവിനോട്, അതായത് കൈകേയിയുടെ അച്ഛനോട് രാജ്യം നൽകാമെന്ന് വാഗ്ദാനം നൽകിയാണ് കൈകേയി വിവാഹം കഴിച്ചതെങ്കിലും നിന്റെ ജ്യേഷ്ഠൻ നിന്നോട് വന്ന് ചോദിച്ചാൽ നീ എന്ത് ഉത്തരമായിരിക്കും പറയുക? നീ സമ്മതിച്ചിട്ടാണോ നിന്റെ മകന് രാജ്യം നൽകാത്തതെന്ന് നീ പറയുമോ? നീ സമ്മതിച്ചിട്ടാണ് ഈ രാജ്യശുൽക്കത്തിന്റെ വ്യവസ്ഥയെ ലംഘിച്ചതെന്ന് നീ പറയുമോ എന്ന് ഈ രാജ്യശുൽക്ക വ്യവസ്ഥയെ കൈകേയിക്ക് ഓർമ്മിപ്പിച്ചു കൊടുക്കുന്നത് മന്ധരയാണ്. അതുപോലെ മന്ധര വീണ്ടും പറയുന്നുണ്ട്, അതായത് നീ ഇതിനു വേണ്ടി ഇത് ചോദിച്ചില്ലെങ്കിൽ നീ ഒരു കാര്യം ഓർക്കണം, കേകയത്തിലെ രാജാവായ യുധാജിത്തിന്, അതായത് നിന്റെ ജ്യേഷ്ഠനെ ഇപ്പോൾ കിരീടധാരണത്തിന് ക്ഷണിച്ചിട്ടില്ല. ആണും പെണ്ണും കേട്ട കുറച്ച് സാമന്ത രാജാക്കന്മാരെ വിളിച്ച് അയോധ്യയുടെ മേലൊരു ആളിനെ കെട്ടിവെക്കാനാണ് ശ്രമിക്കുന്നതെന്ന്, യാഗരക്ഷയ്ക്ക് വേണ്ടി ഒരിക്കൽ അസുരന്മാരെ എതിർക്കാൻ അതും രാമനെ ലക്ഷ്മണനെയാണ് പിതാവ് അയച്ചത്. ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ അവിടെ ഓർമ്മിപ്പിച്ചു കൊടുക്കുകയാണ്. രാജാവിനെ കാണുമ്പോൾ കൈകേയി രാജ്യശുൽക്കം, അതായത് ഭരതൻ, അപ്പൊ മന്ധര തന്നെയാണ് അതും പറഞ്ഞു കൊടുക്കുന്നത്. ഭരതൻ നാട് വാഴുമ്പോൾ രാമൻ കാട് വാഴട്ടെ എന്നുള്ള ഒരു കാര്യം മന്ധര തന്നെയാണ് കൈകേയിയുടെ മുന്നിൽ ദശരഥൻ ഉറക്കറയിലേക്ക് വരുമ്പോഴേക്കും വളരെ സന്തോഷവാനായിട്ടാണ് ദശരഥൻ എത്തുന്നത്. പക്ഷേ കൈകേയി തൻ്റെ ആവശ്യം, മന്ധര പറഞ്ഞതനുസരിച്ച് തൻ്റെ ആവശ്യം രാജാവിനെ അറിയിക്കുന്നു. അപ്പൊ രാജാവ് വളരെ കോപത്തോടു കൂടി രാക്ഷസി എന്നും വിഷം ചേർത്ത മദ്യമാണ് നീ എന്നും ഒക്കെ കൈകേയിയെ വിളിക്കുകയാണ്. മുത്തുമാലയാണെന്ന് ഓർത്ത് ഞാൻ അണിഞ്ഞ കാളസർപ്പമാണ് നീ മൃത്യുവാണ്, നീ മരണമാണെന്നൊക്കെ അവളോട് പറയുന്നു. അപ്പൊ എന്തായാലും അങ്ങനെ ഒരു രാമൻ രാജ്യം വിടണമെന്നും കാട്ടിലേക്ക് പോകണമെന്നും ഭരതൻ രാജ്യം വാഴണമെന്നുള്ള ഒരു ആവശ്യം അവിടെ രാജ്യശുൽക്കമായി കൈകേയി അവതരിപ്പിച്ചു കഴിഞ്ഞു. പിന്നീട് അത് മനസ്സിലാക്കി, അതായത് ദശരഥൻ തന്റെ സത്യം പാലിക്കാൻ വേണ്ടി അതൊരു ആജ്ഞയായി പുറപ്പെടുവിക്കുകയും ചെയ്യുന്നു. ഒരു ചോദ്യം വരാം, സുമന്ത്രർ ആണ് വന്ന് കൈകേയിയുടെ പ്രവൃത്തിയെ, കൈകേയി ഇങ്ങനെ ചെയ്തത് ശരിയായില്ല എന്ന് ആദ്യമായി കൈകേയിയോട് പറയുന്നത് ദശരഥനാണ്. അതിനെ തുടർന്ന് പുറത്തുനിന്ന് കൈകേയി വിമർശിക്കുന്ന സുമന്ത്രരാണ്. എന്തൊക്കെയാണ് സുമന്ത്രർ കൈകേയിയുടെ പ്രവൃത്തി വിമർശിച്ചുകൊണ്ട് പറഞ്ഞത്? മുള്ളുപൊരിക്കൽ എങ്ങനെയാണ് മാവിന്റെ കനി ഉണ്ടാവുക? മഹാറാണി, അങ്ങേക്ക് അങ്ങയുടെ അമ്മയെ ഓർമ്മയില്ലേ എന്ന് ചോദിക്കുന്നു. അപ്പോൾ പണ്ട്
ഇത് അശ്വപതി മഹാരാജാവിൻ്റെ നാട്ടിൽ നടന്ന, അതായത് കേകയത്തിൽ നടന്ന കഥയാണെങ്കിലും അല്ലെങ്കിൽ നിങ്ങളുടെ അച്ഛൻ്റെ കഥയാണെങ്കിലും ഞാനിത് കേട്ടിട്ടുണ്ട്. പണ്ടൊരിക്കൽ അശ്വപതി മഹാരാജാവും ഭാര്യയും കൂടെ, അതായത് കൈകേയിയുടെ അമ്മയും കൂടെ ഇരിക്കുമ്പോൾ പ്രാണികളുടെ ശബ്ദത്തിന്റെ അർത്ഥം ഗ്രഹിക്കാൻ നിങ്ങളുടെ പിതാവിന് ഒരു വരം ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു ദിവസം ഒരു ഉറുമ്പ് പറഞ്ഞത് കേട്ട് കിടക്കറയിൽ വെച്ച് രാജാവ് ചിരിച്ചു. അപ്പോൾ അത് ഉടനെ തന്നെ ഭവതിയുടെ മാതാവിന് അത് എന്താണ് എന്ന് അറിയണം. അപ്പോൾ രാജാവ് പറഞ്ഞത്, പ്രിയ, രഹസ്യം വെളിപ്പെടുത്തിയാൽ ഞാൻ തക്ഷണം മരിക്കും എന്നാണ്. പക്ഷേ കൈകേയിയുടെ അമ്മ അത് അറിഞ്ഞേ തീരൂ എന്ന് പറഞ്ഞ് ശഠിച്ചു. പക്ഷെ അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹം ഈ ദുർവാശിക്കാരിയായ ഭാര്യയുടെ വാക്കുകൾ കേട്ടില്ല എന്ന് മാത്രമല്ല, കാരണം അദ്ദേഹത്തിന്റെ ജീവൻ ആപത്ത് ആയതുകൊണ്ട് അത് കേട്ടില്ല എന്ന് മാത്രമല്ല, അവളെ അദ്ദേഹം ഉപേക്ഷിക്കുകയും ചെയ്തു. അപ്പോൾ നിങ്ങളുടെ അമ്മയും ഇങ്ങനെ തന്നെയായിരുന്നു, ഭർത്താവിന് ഉള്ള മാനസിക വിഷമം ഉണ്ടാക്കിയ ഒരു സ്ത്രീയായിരുന്നു. അപ്പം ആ അമ്മയുടെ മകളായ നിങ്ങളും അങ്ങനെ തന്നെ ആയിരിക്കും എന്നാണ് ഇവിടെ സുമന്ത്ര പറയുന്നത്. ഇനി കർമ്മബന്ധത്തെ പറ്റി എന്താണ് സുമന്ത്രർ പറയുന്നത് എന്നൊരു ചോദ്യം അതിനകത്തുണ്ട്. ആത്മത്യാഗത്തിന്റെ കർമ്മബന്ധങ്ങൾ ആർക്കും അഴിക്കാൻ പറ്റില്ല. വീരനായാലും ശൂരനായാലും രാജാവായാലും ദേവനായാലും കർമ്മത്തിന്റെ ഫലം അനുഭവിച്ചേ പറ്റൂ. അപ്പൊ രാജാവിന് ശൂദ്രമുനിയുടെ ശാപം ഏൽക്കാറായി. ആ മുഖം കണ്ടാൽ അറിയാം ശാപം വീശിക്കഴിഞ്ഞിരിക്കുന്നു. അപ്പൊ 4 അംഗ പടയും കുതിര, കാലാൾ, തേര്, രഥം ഇങ്ങനെയുള്ള 4 ആൾ പടയും കോട്ടയും കൊത്തളങ്ങളും ആരെ രക്ഷിക്കില്ല എന്നുള്ള ഒരു ഇത് കർമ്മബന്ധത്തെക്കുറിച്ച്, കർമ്മഫലത്തെക്കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്. ഇനി ഒരു ചോദ്യം, എങ്ങനെയുള്ള കീർത്തിയാണ് കൈകേയി ആഗ്രഹിക്കുന്നത്? അപ്പൊ കൈകേയി പറയുന്നുണ്ട്, ആത്മത്യാഗത്തിന്റെ കീർത്തി, അതായത് എനിക്കുള്ളത് വിട്ടുകൊടുത്തിട്ട് എനിക്ക് ലഭിക്കുന്ന ഒരു കീർത്തി, അതെനിക്ക് വേണ്ട. ക്ഷത്രിയത്തിന്റെ കീർത്തി എന്ന് പറഞ്ഞാൽ എന്താണ്? ശക്തിയാണ്. ശക്തിയുള്ളവൻ, അധികാരമുള്ളവനാണ് കീർത്തിയുള്ളവൻ. അധികാര ലാഭമാണ് അവന്റെ ബ്രഹ്മസൂത്രം. വീര്യവും സ്ഥൈര്യവും അവന് വാളും പരിചയമാണ്. ത്യാഗത്തിന്റെ കീർത്തിക്ക് കൊട്ടാരത്തിൽ പാർക്കണ്ട, ശബരി ആശ്രമത്തിൽ പോയി കായും കിഴങ്ങും കഴിച്ചാൽ മതി. ത്യാഗം ചെയ്യുന്നത് മുനിമാരാണ്. ക്ഷത്രിയൻ അധികാരം പിടിച്ചെടുക്കേണ്ടവനാണെന്നാണ് കൈകേയി പറയുന്നത്. അധികാമം കൊണ്ട് അന്ധനായ സ്ത്രീജിതന്റെ വൃദ്ധപ്പിച്ചുകൾ ഞാൻ മാനിക്കുന്നില്ല, ആരോട് പറയുന്നു? ഇത് ഇവിടത്തെ സ്ത്രീജിതൻ എന്ന് പറയുന്നത് ദശരഥനെ കുറിച്ചാണ്. അദ്ദേഹത്തിന്റെ വൃദ്ധപ്പിച്ചുകൾ എന്ന് പറഞ്ഞാൽ വാർദ്ധക്യത്തിലുള്ള പിച്ചുകൾ, പറയുന്ന വാക്കുകൾ ഞാൻ മാനിക്കുന്നില്ല എന്ന് പറയുന്നത് ലക്ഷ്മണനാണ്. കാരണം ലക്ഷ്മണൻ ക്രുദ്ധനായിട്ടാണ്, വളരെ ദേഷ്യത്തോടു കൂടിയാണ് രംഗത്ത് പ്രവേശിക്കുന്നത്. തൻ്റെ ജ്യേഷ്ഠനെ കാട് വിധിച്ചത് ആരാണ് എന്നുള്ളതാണ് അവന് അറിയേണ്ടത്, ലക്ഷ്മണന്. അപ്പൊ സുമന്ത്രർ പറയുന്നു, അങ്ങയുടെ പിതാവ് തന്നെയാണ് വിധിച്ചത്. അപ്പോഴുള്ള ലക്ഷ്മണന്റെ മറുപടിയാണ്, അധികാമം കൊണ്ട് അന്ധനായ സ്ത്രീജിതന്റെ വൃദ്ധപ്പിച്ചുകൾ ഞാൻ മാനിക്കുന്നില്ല എന്ന് പറയുന്നത്. ഇതോടെ നമ്മുടെ 2ാമത്തെ ഭാഗം തീരുകയാണ്. അപ്പോൾ വാളൂരി നിൽക്കുന്ന ലക്ഷ്മണനോട് വന്നു പറയുകയാണ് ദശരഥൻ, വാളുകൾ ആത്മബന്ധത്തിന്റെ രുചി, ആത്മരക്തത്തിന്റെ രുചി അറിയരുത്. കാരണം നിങ്ങൾ തമ്മിൽ, സഹോദരങ്ങൾ തമ്മിൽ അല്ലെങ്കിൽ അടുപ്പമുള്ളവർ തമ്മിൽ ഒരു യുദ്ധത്തിന്റെ ആവശ്യം ഇല്ല. ഒരിക്കൽ അത് ആത്മരക്തം രുചിച്ചാൽ അതൊരു ശീലമാകും. നിന്റെ കരവാൾ ആത്മബന്ധങ്ങൾക്ക് താങ്ങും തണലുമാകട്ടെ എന്നാണ് ഇദ്ദേഹം പറയുന്നത്. അതോടെ ഉയർത്തി വെച്ചിരുന്ന ലക്ഷ്മണകുമാരന്റെ ഖഡ്ഗമാൾ ഉറയിലേക്ക് അദ്ദേഹം നിക്ഷേപിക്കുകയാണ്. നീ മാത്രമാണ് ഇപ്പോൾ എനിക്ക് 4 ആൺമക്കളുണ്ട്, പക്ഷെ നീ മാത്രമാണ് എൻ്റെ മുന്നിൽ നിൽക്കുന്നത്. പക്ഷെ നിന്റെ മുഖം ഇപ്പോൾ ഭയങ്കര ഭീകരമാണ്, അതെനിക്ക് ആശ്വാസം നൽകുന്നില്ല എന്നുകൂടെ ദശരഥൻ പറയുന്നു. അപ്പോൾ ലക്ഷ്മണൻ ഒരു തീരുമാനം എടുക്കണം. രാമൻ കാട്ടിലേക്കാണെങ്കിൽ ഊരിയ ഈ കരവാളും ഇനി ഉറയിലേക്കില്ല, രാവും പകലും അത് രാമനെ രക്ഷിച്ചു നിൽക്കും. അങ്ങനെയാണ് അതിന്റെ അംഗം 2 തീരുന്നത്. ഇനി നമുക്ക് അംഗം 3ലേക്ക് പോകാം. അപ്പൊ സൂത്രധാരൻ പറയുകയാണ് ആദ്യത്തെ ഭാഗത്ത്, അതായത് ഈ രാജ്യം നിഷേധിക്കപ്പെട്ട കുമാരന്റെ ധർമ്മപത്നി സീത അത് അക്ഷമയോടെ കാത്തു നിൽക്കുകയാണ്. അവളുടെ മുഖമല്ലാതെ ക്ഷീണിച്ചിരിക്കുന്നു. എന്തും താങ്ങാനുള്ള കരുത്ത് ആ മനസ്സിനുണ്ടോ എന്നൊക്കെ ചിന്തിക്കുകയാണ്. അപ്പൊ രാമൻ സീതയോട് മാപ്പിരക്കുന്നുണ്ട് അയോധ്യക്ക് വേണ്ടി. അപ്പൊ സീതയുടെ മറുപടി, ആര്യപുത്ര, അവൾക്ക് അങ്ങാണ് ഏത് രാജ്യത്തെക്കാളും വലുത്. രാജനിശ്ചയം ഇത്ര വേഗം പരസ്യമായി കഴിഞ്ഞു എന്ന് ചോദിക്കുമ്പോൾ സീതയുടെ മറുപടി, കുടയും തേരും ഇല്ലെങ്കിൽ ആര്യപുത്രനെ ഇവൾക്ക് മാത്രമായി കിട്ടും. അതായത് അധികാരങ്ങളില്ലെങ്കിൽ എനിക്ക് മാത്രമേ, ഭാര്യയ്ക്ക് മാത്രമായി ഭർത്താവിനെ ലഭിക്കുമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ സന്തോഷിച്ച് നിൽക്കുകയായിരുന്നു എന്ന് ചോദിക്കുന്നു. അപ്പൊ രാമൻ ചോദിക്കുകയാണ്, പള്ളിത്തേരിൽ ഞാൻ അകമ്പടിയോടെ ആർഭാടത്തോടെ വന്നിരുന്നെങ്കിൽ, അധികാരത്തോടെ വന്നിരുന്നെങ്കിൽ നീ സന്തോഷിക്കില്ലേ? സീത പറയുന്നു, അപ്പോഴും ഞാൻ സന്തോഷിക്കും. എൻ്റെ ആഹ്ലാദം അങ്ങാണ്. അങ്ങ് എപ്പോഴെൻ്റെ അരികിൽ വന്നാലും ഏതവസ്ഥയിലാണെങ്കിലും ഞാൻ സന്തോഷിക്കും എന്ന് പറയും.
അപ്പൊ രാമൻ അവിടെ പറയുന്ന ഒരു വാക്യമുണ്ട്, കാമം തന്നെയാണ് ധർമാർത്ഥങ്ങളെക്കാൾ ശക്തം. അയോധ്യയിലെ രാജാക്കന്മാർ ഭാവിയിലെങ്കിലും സ്ത്രീകൾക്ക് വേണ്ടി രാജ്യത്തെ ഹോമിക്കാതിരിക്കട്ടെ എന്ന് പറയും. അപ്പൊ ഭരതകുമാരന്റെ മനസ്സിലെ ചിന്ത ആരും അന്വേഷിച്ചില്ലെന്ന് സീത ചോദിക്കുമ്പോൾ രാമന്റെ മറുപടി ശ്രദ്ധേയമാണ്. ജ്യേഷ്ഠൻ കാട്ടിലും അച്ഛൻ വാർദ്ധക്യത്തിലും, ഒടുങ്ങിയാൽ അവന് ഒറ്റ കുട പിടിച്ച് വാഴാം. അപ്പോൾ കോസല രാജ്യം അവന്റെ ആജ്ഞയ്ക്ക് പിന്നിൽ അമർന്നുകൊള്ളും. സീതയുടെ മറുപടി, വിധി അതിന്റെ നിയതമായ പാതയിൽ കൂടെ സഞ്ചരിക്കുകയാണ്. ഇത് തന്നെയാണ് നമ്മുടെ വിധി, അത് അതിന്റെ ശരിയായ പാതയിൽ കൂടെ സഞ്ചരിക്കുകയാണ്, വിഷാദിച്ചിട്ട് കാര്യമില്ല എന്ന് സീത മറുപടി പറയുന്നു. അങ്ങനെ രാമന്റെ സീതയുടെ സംഭാഷണമാണ് അവിടെ നമ്മൾ പിന്നീട് കാണുന്നത്. അതിനെ തുടർന്ന് മരവുരി നൽകിക്കൊണ്ട്, അതായത് ഇവർ കാട്ടിലേക്ക് പുറപ്പെടാൻ പോകുമ്പോൾ ഇവർക്ക് അല്ലെങ്കിൽ സീതയും രാമനും ഒക്കെ മരവുരി തന്നെ, മരത്തോൽ തന്നെ ധരിക്കണം എന്നുള്ളതായിരുന്നു കൈകേയിയുടെ ആഗ്രഹം. അപ്പൊ കൈകേയി പറയുന്നുണ്ട്, എൻ്റെ ആ മരവുരി എൻ്റെ കൈകൊണ്ട് നൽകുന്നതാണ് ഉചിതം, ഞാൻ ആ കർമ്മം നിർവഹിക്കുകയാണ് എന്ന് പറയുന്നു. അപ്പോൾ അയോധ്യ മുഴുവൻ ഉത്കണ്ഠപ്പെട്ടിരിക്കുമ്പോഴാണ് രാമനും സീതയ്ക്കും ലക്ഷ്മണനും ഉള്ള മരവുരി കൈകേയി സമ്മാനിക്കുന്നത്. അപ്പൊ എന്തായാലും കൈകേയി പറയുന്നു, നാളെ ഈ ലോകം എനിക്കെതിരെ വിധി പറയും, അപ്പോൾ ഞാൻ ഈ ഒരു കർമ്മം കൂടെ ചെയ്യട്ടെ എന്നാണ് പറയുന്നത്. ഇപ്പൊ രാമൻ പറയുന്നു, മരവുരിയാണോ കാപ്പാണോ കിരീടമാണോ അതെന്തായാലും അമ്മ തരുന്ന, എന്തായാലും ഭരതൻ എങ്ങനെയാണ് സ്വീകരിക്കുന്നത് അതുപോലെ തന്നെ ഞങ്ങൾ സ്വീകരിക്കും. അപ്പൊ മരവുരി നൽകിക്കൊണ്ട് കൈകേയി പറഞ്ഞത് എന്താണ് എന്നൊരു ചോദ്യമുണ്ട്. അതിന് ഉത്തരം, കൈകേയി ജന്മം നൽകിയതുകൊണ്ട് രാമനോട് എനിക്ക് വാത്സല്യം, ഭരതന് ജന്മം നൽകിയതുകൊണ്ട് എനിക്ക് രാമനോട് വാത്സല്യം ഇല്ലാതായില്ല, ഭരതന് കിരീടം നൽകിയത് കൊണ്ടും ആ വാത്സല്യം കുറഞ്ഞിട്ടില്ല. സീത, ഈ മരത്തോൽ അണിയുമ്പോൾ നീ അമ്മയെ വെറുക്കും, പക്ഷെ നീ ഒരു അമ്മയാകുമ്പോൾ പൊറുക്കും, കാരണം എൻ്റെ മകന് വേണ്ടിയാണ് ഞാൻ ഇത്തരം ക്രൂരകൃത്യങ്ങൾ അല്ലെങ്കിൽ കടും കൈകൾ ചെയ്യുന്നത് എന്നവളെ ഓർമ്മിപ്പിക്കുകയാണ്. അപ്പൊ ലക്ഷ്മണൻ അവിടെ ഒരു മറുപടി പറയുന്നുണ്ട്, മഗധപുത്രിക്കും എടുക്കുണ്ടായിരുന്നെങ്കിൽ ഞാനും രാജാവാകുമായിരുന്നു. അതായത് ലക്ഷ്മണൻ അവന്റെ അമ്മയെക്കുറിച്ചാണ്, സുമിത്രയെ കുറിച്ചാണ് അവിടെ സൂചിപ്പിക്കുന്നത്. വസിഷ്ഠൻ അവിടെ കടന്നു വന്ന്, രാമ നിന്റെ പിതൃസ്നേഹം അയോധ്യയെ രക്ഷിച്ചു എന്ന് പറയുന്നുണ്ട്. പക്ഷേ മരവുരി എന്തിനാണെന്ന് വസിഷ്ഠനും മനസ്സിലാവുന്നില്ല. രാമൻ പറയുന്നു, കാട്ടിൽ ചീരമല്ലേ ഉചിതം, മരവുരിയാണ് കാട്ടിൽ നല്ലത്. വസിഷ്ഠൻ പറയുന്നു, അതിന് നായാട്ടിന് പോകുന്നവരാരും ചീരം ധരിക്കാറില്ല, മരവുരി. അപ്പൊ കൈകേയിയുടെ മറുപടി ശ്രദ്ധേയമാണ്, കാട് വാഴുന്ന രാമന് മരവുരിയാണ് ഉചിതം, ഞാൻ തന്നെയാണ് ആ മരവുരി നൽകിയത്. അതുമാത്രമല്ല, വസിഷ്ഠൻ ചോദിക്കുന്നത്, എന്തിനാണ് പാവം ഈ പെൺകിടാവിന് മരവുരി നൽകിയത്? അപ്പൊ കൈകേയി പറയുന്നു, അവളും രാമനെ അനുഗമിക്കുകയാണ്. അപ്പൊ പതിയിൽ പ്രിയം ജനിപ്പിക്കേണ്ടവൾ, ഭർത്താവിനിൽ പ്രിയം ജനിപ്പിക്കേണ്ടവൾ ആഭരണമൊന്നും അണിയാതെ ഈ മരത്തോലും ചുറ്റി നടക്കുന്നതിന് വളരെ വിഷമം ഉള്ളതായിട്ട് വസിഷ്ഠൻ പറയും. രാമലക്ഷ്മണന്മാരെ സീതയും വനത്തിലേക്ക് പോയപ്പോൾ പ്രകൃതി ശക്തികൾക്കുണ്ടായ അല്ലെങ്കിൽ ജനങ്ങൾക്കുണ്ടായ മാറ്റം എന്താണെന്നൊരു ചോദ്യമുണ്ട് 3-ാം ഭാഗത്തില്. അതിന് സൂത്രധാരന്റെ മറുപടി വാക്കുകളിലാണ് അതിന്റെ മറുപടി. മരവുരി അണിഞ്ഞ് രാമലക്ഷ്മണന്മാർ സീതയുമൊത്ത് തേരിൽ കയറി പോയപ്പോൾ സൂര്യൻ പെട്ടെന്ന് മറഞ്ഞു, ഗ്രഹങ്ങൾ മങ്ങിപ്പോയി, നക്ഷത്രങ്ങൾ നിറം കെട്ടു, കാർമേഘങ്ങൾ ഊതിവിട്ട കൊടുങ്കാറ്റിൽ കടൽ എന്ന പോലെ കോസലം ഇളകി മറിഞ്ഞു. ജനങ്ങൾ കണ്ണീരാണ്ട മുഖത്തോടെ രാജവീതിയിൽ നിൽപ്പായി. പിന്നീട് ആ ജനം പല സംഘങ്ങളായി കൊട്ടാരത്തിലേക്ക് ഒഴുകിക്കൊണ്ടിരുന്നു. പല ദിനരാത്രങ്ങൾ ജനം കൊട്ടാരത്തിന്റെ മുന്നിൽ ശോഭാകുലരായി നിലകൊണ്ടു. അതാണ് പിന്നീട് കോസലത്തിൽ നടന്നത്. ആ ഒരു ചോദ്യത്തിന്റെ ഉത്തരം അവിടെ വരുന്നുണ്ട്. 3-ാം അംഗത്തിൽ വീണ്ടും കൗസല്യയും ലക്ഷ്മണനും രാമനും സീതയും ഒക്കെ കാണുന്നുണ്ട്. രാമൻ അമ്മയെ ആശ്വസിപ്പിക്കുന്നത് എങ്ങനെയാണ് എന്നൊരു ചോദ്യം അവിടെ വരുന്നുണ്ട്. ലക്ഷ്മണൻ വീണ്ടും പരവശനാകുന്നുണ്ട്. ലക്ഷ്മണൻ, ഇത് അയോധ്യയുടെ കണ്ണീരാണ് ഈ അമ്മയുടെ കണ്ണിലുള്ളതെന്ന് ജ്യേഷ്ഠനെ ഓർമ്മിപ്പിക്കുന്നു. ഈ കണ്ണീര് തുടയ്ക്കാതെ ഏത് കാട്ടിൽ പോയി ഒളിച്ചാലും പുണ്യമില്ല എന്ന് പറയുന്നുണ്ട്. അപ്പൊ രാമന്റെ മറുപടി ശ്രദ്ധേയമാണ്. കാട്ടിലേക്ക് പോകാനായി പുറപ്പെട്ട, ദാനധർമ്മങ്ങൾക്കായി പുറപ്പെട്ട കുമാരൻ ചഞ്ചലപ്പെടാൻ എന്താണ് കാരണം? എനിക്ക് ചേരാത്ത കിരീടം അണിയാൻ ഒരിക്കലും എൻ്റെ അമ്മ ആഗ്രഹിക്കില്ല എന്ന് പറയുന്നു. അപ്പൊ ലക്ഷ്മണൻ അസംതൃപ്തനായാണ് പോകുന്നത്. അപ്പോൾ രാമൻ കൗസല്യയോട് പറയുന്നുണ്ട്, അമ്മേ, വിശ്വാമിത്ര മഹർഷിയുടെ കൈയും പിടിച്ച് അമ്മയുടെ മകൻ ഇളം പ്രായത്തിൽ തന്നെ കല്ലും മുള്ളും ചവിട്ടിയൊക്കെ നടന്നില്ലേ? അന്ന് അമ്മ കരഞ്ഞില്ല. ഇന്ന് അമ്മയുടെ മകൻ കുഞ്ഞല്ല, രാമൻ ഈ ഭൂമിയിൽ ദുഷ്കരമായി യാതൊന്നുമില്ലെന്ന് അമ്മയ്ക്ക് അറിയാമല്ലോ. ഇനി കണ്ണുകൾ കണ്ണുനീരൊഴുക്കാനുള്ളതല്ല, എന്നെയും ഇവളെയും ഈ ലോകത്തെ അനുഗ്രഹിക്കാനുള്ളതാണ് എന്നാണ് രാമൻ അമ്മയെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞത്. അതിന് കൗസല്യയുടെ മറുപടിയുണ്ട്, ഇല്ല മകനെ, എൻ്റെ കണ്ണിൽ ഇനി ഒഴുക്കാൻ അശ്രുക്കൾ ശേഷിച്ചിട്ടില്ല. ഞാൻ അനുഭവിക്കാവുന്ന ദുഃഖത്തിന്റെ മാക്സിമം, പരമാവധി ഞാൻ അനുഭവിച്ചു കഴിഞ്ഞു. തീരമില്ലാത്ത ശോകം ആണ് എനിക്കുള്ളത്, അതിൻ്റെ നിശ്ചല ശാന്തിയും ആണ്. അതായത് ശോകമാണ് ഇനി എൻ്റെ മനസ്സിലുള്ളത്. അതിന് ശോകത്തിനും ഒരുതരം മരവിപ്പാണ്, ഒരു നിശ്ചല ശാന്തിയാണ്. അതാണ് അയോധ്യ എനിക്ക് നൽകുന്നത്. ഒരു കർമ്മം കൂടെ എനിക്ക് അവശേഷിക്കുന്നുള്ളൂ, നിന്നെ കാട്ടിലേക്ക് യാത്ര അയക്കണം. അപ്പോൾ
എൻ്റെ ജീവിതത്തിൻ്റെ അനുഭവങ്ങൾക്ക് ഉചിതമായ ഒരു അവസാനമായിരിക്കും നിന്റെ യാത്രയപ്പ്. എന്നിട്ട് സീതയുടെ അരികിൽ ചെന്ന് അവളെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറയുന്നുണ്ട്, ഭാഗ്യം കെട്ട പെൺകുട്ടിയാണ് നീ. ഈ ദുഃഖക്കടലിലേക്ക് നീയും എന്തിനാണ് തുഴഞ്ഞെത്തിയത്? എനിക്ക് പട്ടമഹർഷി എന്നൊരു സ്ഥാനമെങ്കിലും, രാജാവിൻ്റെ ഭാര്യ എന്നൊരു സ്ഥാനമെങ്കിലും ഉണ്ടായിരുന്നു. എന്നെക്കാളും ഭാവിയാണോ മകളെ നീ? ദുഃഖിതയായ ഞാൻ അയോധ്യയ്ക്ക് വേണ്ടി നിന്നോട് മാപ്പ് പറയുന്നു എന്ന് 3-ാം ഭാഗത്തിൽ കൗസല്യ പറയുന്നുണ്ട്. കൗസല്യ സീതയോട് പറയുന്നു. അപ്പം ഇതിലെ 3 ഭാഗങ്ങളിലെയും പ്രധാന ചോദ്യങ്ങൾ ഏതാണ്ടൊക്കെ പറഞ്ഞു കഴിഞ്ഞു. അപ്പം 3 ഭാഗങ്ങളും നിങ്ങളൊന്ന് വായിക്കുകയാണെങ്കിൽ കുറെ കൂടെ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് എളുപ്പമായിരിക്കും. അപ്പോൾ പറഞ്ഞ ചോദ്യങ്ങൾ ഉള്ള പേജുകൾ കണ്ടെത്തി അത് മാർക്ക് ചെയ്യുക. അതനുസരിച്ച് നിങ്ങൾക്ക് ഉത്തരം എഴുതാൻ കഴിയും. ഇതിൻ്റെ കണ്ടന്റ് ഒന്ന് മനസ്സിലാക്കിയിരുന്നാൽ നല്ലപോലെ ഈ ചോദ്യങ്ങളിൽ ഉത്തരം എഴുതാൻ നമുക്ക് കഴിയുന്നതാണ്. 3-ാം അംഗത്തിലെ അവസാന ഭാഗത്ത് കാട്ടിലേക്ക് ഇവരെ കൊണ്ടുപോയി വിടാൻ പോയ സുമന്ത്രർ തിരിച്ചു വന്ന് ദശരഥനോട് കാര്യങ്ങൾ അറിയിക്കുന്നു. തമസാ നദിയുടെ തീരം വരെ ഞങ്ങൾ പൗരാവലി അദ്ദേഹത്തെ അനുഗമിച്ചു. പിന്നെ ഞങ്ങൾ അവർ പിരിഞ്ഞു പോകാത്തതുകൊണ്ട്, ജനങ്ങൾ പിരിഞ്ഞു പോകാത്തതുകൊണ്ട് അർദ്ധരാത്രിയിലാണ് ഞങ്ങൾ കുതിരയെ പൂട്ടി തേരോടിച്ചു പോയത്. അങ്ങനെ ഞങ്ങൾ ഗംഗയുടെ പല നദികൾ കടന്ന് ഗംഗാ തീരത്തെത്തി. അവിടെ നിന്ന് വേട രാജാവായ ഗുഹൻ ഞങ്ങളെ സ്വീകരിച്ചെന്ന് പറയുന്നു. അപ്പോൾ ദശരഥൻ ചോദിക്കുന്നു, ഗുഹൻ നമ്മുടെ പ്രിയ തോഴനവൻ കണ്ണീർ വാർത്ത് കരഞ്ഞു. അങ്ങ് ജീവിച്ചിരിപ്പുണ്ടോ എന്ന് പല പ്രാവശ്യം ചോദിച്ചു. അപ്പോൾ ഞാൻ വൃദ്ധനാണെന്നും അശക്തനാണെന്നും പറഞ്ഞില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അതിനു മുമ്പ് കൈകേയിയോടും പറയുന്നുണ്ട് ദശരഥൻ, ഇനി ഞാൻ അശക്തനാണ്, നാളെ നിന്റെ മകൻ്റെ അഭിഷേക ചടങ്ങുകൾക്കായി വേണ്ട കാര്യങ്ങൾ നീ തന്നെ ഒരുക്കിക്കൊള്ളൂ എന്ന് പറയുന്നുണ്ട്. അന്ന് ലക്ഷ്മണനും രാമനും സീതയും കാട്ടിലേക്ക് കയറുന്നത് ഞാൻ കണ്ണിറയെ കണ്ടു. ഉണ്ണികൾ ആ ഒരു നദിയിലെ തോണിയിൽ കയറി പോകുന്നത് ഞാൻ കണ്ടു എന്നാണ് പറയുന്നത്. എന്താണ് തൻ്റെ കുമാരൻ പറഞ്ഞതെന്ന് ദശരഥൻ ചോദിക്കുന്നുണ്ട്. 14 വർഷം കഴിഞ്ഞാൽ ഉടൻ ഉണ്ണികൾ മടങ്ങി വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഭരതനെ ഉടനെ വാഴിക്കണമെന്ന് കൽപ്പിച്ചിട്ടുണ്ട്. അച്ഛനും അമ്മയും കൈകേയി എന്തൊക്കെ ആജ്ഞാപിക്കുന്നു അതെല്ലാം ചെയ്യണം എന്ന് എന്നോട് കൽപ്പിച്ചിട്ടുണ്ടെന്ന് സുമന്ത്രർ പറയുന്നു. പിന്നെ അദ്ദേഹം പറയുന്ന മറ്റൊരു കാര്യം വളരെ ശ്രദ്ധേയമാണ്. ഇത്തരം കാര്യങ്ങൾ എനിക്ക് അങ്ങയോട് വന്ന് അവരുടെ ആ ഒരു കാട്ടിലേക്കുള്ള യാത്രയുടെ വിവരണം എനിക്ക് അങ്ങയോട് പറയണമെന്നുണ്ടായിരുന്നു. അല്ലെങ്കിൽ അടിയന് ഗംഗാ നദിയുടെ ഓളങ്ങളിൽ ജീവിതം അവസാനിപ്പിക്കുമായിരുന്നു എന്ന് പറയുന്നു. അപ്പോൾ ദശരഥൻ പറയുന്നു, മൃത്യുവിൻ്റെയാണ് എല്ലാം അവസാനിക്കുമോ? മൃത്യു ഏതോ ദിവ്യ ചൈതന്യത്തിൻ്റെ അന്നമായിരിക്കും എന്ന് പറഞ്ഞ് തളർന്നിരിക്കുകയാണ്. കൗസല്യ ദേവിയെ കാണാനാണ് പിന്നീട് ആഗ്രഹിക്കുന്നത്. കൗസല്യ വരുന്നു. എന്നിട്ട് കൗസല്യ ദശരഥൻ കൗസല്യയുടെ കൈകൾ അണഞ്ഞ് അതിൽ കൈകൾ പിടിച്ച് മാപ്പപേക്ഷിക്കുകയാണ്. അങ്ങനെ കൗസല്യ കരയുന്നു. കൗസല്യ ദശരഥനെ ആശ്വസിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ സുഹൃത്തായ ഗുഹൻ അവിടെ വരുന്നു. ഗുഹൻ പറയുന്നു, അവരുടെ ഈ ഉണ്ണികളുടെ പ്രായത്തിലാണ് നമ്മളും കാട്ടിൽ വേട്ടയാടി നടന്നത്. അന്ന് ഏതെല്ലാം കാനനങ്ങളിൽ ഗിരിസാനുക്കളിൽ നാം വേട്ടയാടി നടന്നു. നമ്മുടെ അമ്പേറ്റി വീഴുന്ന മൃഗരാജൻ്റെ മുറവിളിയാണ് ജീവിതമെന്ന് അന്ന് ഞാൻ തിരിച്ചറിഞ്ഞില്ല. ആ ശാപം ഇവിടെ വീണ്ടും ഓർമ്മിക്കുകയാണ് ദശരഥൻ. പറയുന്നു, സരയൂ നദിയുടെ തീരം 4-ാം യാമത്തിൽ കിളികൾ ചിലയ്ക്കുമ്പോൾ ഞാൻ പുൽത്തറയിൽ ഉറങ്ങുകയായിരുന്നു. പെട്ടെന്ന് ആന തുമ്പിക്കയിൽ വെള്ളം കോരുന്ന ശബ്ദം കേട്ട് ഞാൻ വില്ല് കുലച്ച് അമ്പെയ്തു. അപ്പോൾ ഒരു മനുഷ്യ ശബ്ദം നിലവിളി കേട്ട് ഞാൻ ഓടിച്ചെല്ലുമ്പോൾ ആ കൂരിരുട്ടിൽ ഒരു കുമാരൻ്റെ ചോര വാർന്നൊലിക്കുന്ന മൃതശരീരം കണ്ടു. ഞാൻ അങ്ങയുടെ എന്ത് ദ്രോഹം ചെയ്തു എന്നാണ് കുമാരൻ ചോദിച്ചത്. അച്ഛനമ്മമാർക്ക് ദാഹജലം നൽകാൻ പുഴയ്ക്കരികിലേക്ക് താൻ വന്നതാണെന്ന് പറഞ്ഞു. പിന്നീട് ഞാൻ അവനോട് മാപ്പ് പറഞ്ഞ് ആശ്രമത്തിലെത്തിയ ആ വൃദ്ധ ദമ്പതികളോട് ദാഹിച്ചു കലഞ്ഞതിനെ കാത്തിരിക്കുന്നവരോട് വെള്ളം കൊണ്ടുകൊടുത്ത് ഞാൻ അവരോട് കാര്യങ്ങൾ പറഞ്ഞു. എന്നിട്ട് എൻ്റെ കാലടി ശബ്ദം കേട്ടപ്പോൾ അവർ, എന്ത് മകനെ വൈകാൻ, അച്ഛനമ്മമാർക്ക് നീയല്ലാതെ ആരുണ്ടെന്ന് ചോദിച്ചു. നീ വെറുതെ വെള്ളത്തിൽ കളിച്ച് സമയം പാഴാക്കിയാണോ എന്നൊക്കെയാണ് അവർ കണ്ണ് കാണാത്തവർ ചോദിച്ചത്. അപ്പോൾ സംഭവിച്ചതെല്ലാം ഞാൻ അവരെ അറിയിച്ചു. ഉടനെ മകൻ്റെ അടുക്കൽ കൊണ്ടാക്കണമെന്ന് അവർ ആവശ്യപ്പെട്ടു. അങ്ങനെ ഇരുവരും കൂടെ അവൻ്റെ മൃതശരീരത്തിൽ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. ഒടുവിൽ മുനിയുടെ കൽപ്പന പ്രകാരം ഞാൻ തന്നെയാണ് ഒരു ചിത കൂട്ടിയത്. മകനെ അഗ്നിയിൽ വെച്ചപ്പോൾ അച്ഛനും അമ്മയും ഒരുമിച്ച് ചിതയിൽ പ്രവേശിച്ചു. ശരീരത്തിൽ തീ കത്തിപ്പിടിക്കുമ്പോൾ മുനി പറഞ്ഞത്, നീ അറിയാതെ ചെയ്ത പാപമാകയാൽ വലിയ വിപത്തുണ്ടാവില്ല, പക്ഷെ നീയും പുത്രശോകത്തിൽ മരിക്കും എന്നാണ്. ആ വാക്കുകൾ ദേവി കൗസല്യ എപ്പോഴും എൻ്റെ ചെവിയിൽ വ്യക്തമായി കേൾക്കുന്നു. അതിനെ തുടർന്ന് തൻ്റെ രാജകൊട്ടാരത്തിൻ്റെ മുറ്റത്ത് കൂടെ നിൽക്കുന്ന ജനങ്ങളെ അഭിസംബോധന ചെയ്യണമെന്ന് അദ്ദേഹത്തിന് ആഗ്രഹം വരുന്നു. പക്ഷെ അവിടെ ചെന്നപ്പോൾ അദ്ദേഹം പറയുന്നത്, എനിക്കൊന്നും കാണാൻ പറ്റുന്നില്ല, എൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടു കഴിഞ്ഞു, ഞാനും ആ വൃദ്ധ ദമ്പതികളെ പോലെ ആയി. എന്നാൽ ഇനി എനിക്ക് ദേവി എപ്പോഴും എൻ്റെ ഒപ്പം ഉണ്ടായിരിക്കണം, എനിക്ക് കാഴ്ചകൾ നഷ്ടപ്പെട്ടു എന്ന് പറയുന്നു. ഞാനിനി ഒറ്റയ്ക്ക് നടക്കാം, കണ്ണില്ലാത്തത് കൊണ്ട് എല്ലാം കാണുകയും ചെയ്യാം എന്ന് പറഞ്ഞ് കൗസല്യയെ പറഞ്ഞയക്കുകയാണ്.
അവസാനം ദശരഥൻ വെളിച്ചം കണ്ടെന്നപോലെ മോഹിച്ച് തളർന്നു വീണ് മരിച്ചു എന്നാണ് ഈ നാടകം അവസാനിക്കുന്നത്. അപ്പോൾ മനുഷ്യൻ ഏതോ ഒരു പ്രവൃത്തിയുടെ ഫലമായി പാപം ചെയ്യുന്നു, ഏതോ ഒരു കർമ്മബന്ധത്തിന്റെ ഫലമായി പാപം ചെയ്യുന്നു എന്നുള്ളൊരു വാക്യത്തിലാണ് ഇത് അവസാനിക്കുന്നത്. അപ്പോൾ ഇതിലെ ഭാഗങ്ങൾ നമ്മൾ നന്നായിട്ട് വായിച്ചാൽ മിക്കവാറുമുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങളും സന്ദർഭങ്ങളും പറയുന്നുണ്ട്. അപ്പോൾ ഈ കഥാപാത്രങ്ങളെ ഒന്ന് മനസ്സിൽ ഓർമ്മിക്കുക. അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെ സ്നേഹത്തോടെ ഷീബ ടീച്ചർ.